ഈ പല ആൾക്കാരും പറയാറുണ്ട് ഈ മതം വേറെ ആത്മീയത വേറെയെന്ന്. ഇതിലുള്ള രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദരൂപങ്ങളുടെ ആ ശബ്ദരൂപങ്ങളെ നോക്കുന്നതിന് പകരം അക്ഷരങ്ങളെ നോക്കുന്നത് കൊണ്ട് അത് അക്ഷരങ്ങൾ നോക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നും. മ ത മ എന്ന് പറയുന്നത് ആ ത് മം എന്ന് പറയുന്നതും ഒരേ കാര്യമാണ്. ആത്മം എന്ന് പറയുന്നതിലെ അവസാനത്തെ മായെടുത്ത് നമ്മളിപ്പുറത്ത് കൊണ്ടുവന്നിട്ടാൽ അത് മതം എന്നായി. മാതം എന്ന് വേണേൽ പറയാം. അത് മതം തന്നെയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മതം എന്ന് പറഞ്ഞാൽ ബേസിക്കലി മതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു തൂണ് കൃത്യമായിട്ട്, ഇപ്പം നമ്മളൊരു കസേരയുടെ ഒരു കാല്, ആ കാല് നമ്മൾ കൃത്യമായിട്ട് നീളം, വീതി, അതിൻ്റെ ഘടന ഇതെല്ലാം കൃത്യമായിട്ടുള്ള കണക്കോടുകൂടി ഒരു തൂണ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനത്തെ ആ തൂണിനെ കണക്കോടുകൂടി ഉണ്ടാക്കിയെടുത്ത ഒരു തൂണ്, അങ്ങനത്തെ ഒരു തൂണിനെ വിളിക്കുന്ന പേരാണ് മതം. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? കണക്കുള്ള ഒരു രൂപം. കണക്കെന്ന് പറയുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. അതിനെയാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ആത്മം എന്നോ ആത്മം എന്നോ പറയാം. ആത്മം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലിരിക്കുന്ന കണക്കെന്നാണ് അർത്ഥം. അപ്പോൾ കണക്കുള്ള രൂപവും രൂപത്തിലുള്ള കണക്കും, രൂപമാക്കുന്ന കണക്ക്, കണക്കുള്ള രൂപം, രൂപമാക്കുന്ന കണക്ക്, ഇതാണ് ആത്മീയത അല്ലെങ്കിൽ ആത്മവും മതവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കസേര, ആ കസേര മുഴുവൻ എന്താണ്? അതിലെന്തുണ്ട്? ആത്മമുണ്ട് എന്ന് പറഞ്ഞാൽ കണക്കുണ്ട്. ഈ കണക്കിന് നമ്മൾ ഒരു പേപ്പറിലോട്ട് എഴുതി വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആത്മാവ്. ആ കസേരയുടെ ആത്മാവാണ് നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന ആ കണക്കുകൾ. അതിൻ്റെ കാലിൻ്റെ കണക്ക്, അതിൻ്റെ ദിശയുടെ കണക്ക്, അതിൻ്റെ നീളം, വീതി, ഘടന, ഡിറക്ഷൻ, ഇതാണ് എന്ത്? ആത്മാവ്. എന്നിൽ ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എന്താണ്? കണക്കുള്ള ഒരു രൂപമാണ്. എൻ്റെ മറ്റേ എല്ലും നാഡീചരമ്പുകളും മറ്റേ തലച്ചോറും തലയും മൂക്കും കണ്ണും ഇതെല്ലാം കറക്റ്റ് സ്ഥലങ്ങളിൽ പൊസിഷൻ ചെയ്തു വെച്ചിരിക്കുന്നു അല്ലേ? അതിൻ്റെ കണക്കുണ്ട്. ആ ശരീരത്തെക്കുറിച്ചിട്ടുള്ള കണക്ക്. ഇപ്പോൾ ഒരു വൈദ്യശാസ്ത്രത്തിൽ അതിനെ സ്കാൻ ചെയ്ത് കറക്റ്റ് കണക്കായിട്ട് അവിടെ അത് രേഖപ്പെടുത്തിയാൽ അതാണ് ഈ ശരീരത്തിൻ്റെ ആത്മാവ്. ഇതാണ് അതിൻ്റെ ഒറിജിനലായിട്ട് ആകെയുള്ളൊരർത്ഥം. പിന്നെ നമ്മൾ മറ്റെന്തൊക്കെയോ വിചാരിക്കുന്നു അല്ലേ? അതാരാ അങ്ങനെ പഠിപ്പിച്ചത്? കപാലയാണ്. അതായത് ആത്മാവെന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട്. മരിച്ചു കഴിയുമ്പോൾ ആ കണക്ക് ഇങ്ങനെ പോകുമെന്ന് വേണം പറയാം അല്ലേ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്ക് കണക്കെന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൂടാ? നമുക്ക് പറയാമല്ലോ, എൻ്റെ ഉള്ളിലൊരു കണക്കുണ്ട്, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആ കണക്കിങ്ങനെ പോകും. അങ്ങനെ എന്തുകൊണ്ടാണ് പറയാത്തത്? കാരണം ആത്മാവ് എന്ന് പറയുന്ന വാക്ക് എന്തോ ഒരു സംതിങ് ബിയോണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഒറിജിനലി ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണക്കെന്നുള്ള വാക്കിന് പകരം ഈ മനുഷ്യകുലം ഉപയോഗിച്ചിരുന്നത് അത്തം എന്നാണ്, അല്ലെങ്കിൽ തം എന്ന് പറയും. അങ്ങനെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരു അല്ലെങ്കിൽ ആത്മം എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ആത്മമൊന്ന് നീ വരച്ച് റെഡിയാക്കൂ എന്നാണ് പറയുക. മനസ്സിലായി? അതിൻ്റെ ആത്മം എന്താണ് എന്ന് ചോദിക്കും. അതിൻ്റെ ആത്മം എന്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മത് എന്ന് പറയുന്ന മത് കണക്കാണ്, കണക്കുള്ള രൂപം മതം. അതിൻ്റെ മത്തെടുത്തു, പിന്നെ ഒരു മത്തെടുത്തു, അപ്പം മത്തായി. അതാണ് മത്തിക്ക് എന്ന് പറയുന്ന മാത്തമാറ്റിക്, കണക്ക്, പ്രാപഞ്ചിക ശാസ്ത്രഭാഷ. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് പിന്നെ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ജീവാത്മവും പരമാത്മവും എന്താണ്? അപ്പോൾ നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കണം. ജീവ ആത്മ, പര ആത്മ. അപ്പോൾ ജീവ എന്ന് പറയുന്നൊരർത്ഥമുണ്ട്, പരം എന്ന് പറയുന്നതിനൊരർത്ഥമുണ്ട്. ഇപ്പോൾ ജീവം എന്ന് പറഞ്ഞാൽ പല ഗുണങ്ങൾ ചേർന്ന്
ഉണ്ടാകുന്ന പുതിയൊരു ഗുണത്തെയാണ് ജീവമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കസേര ഒരു ജീവമാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാന ഗുണം? തടിയാവാം, മെറ്റൽ പ്ലേറ്റ് ആവാം, കോൺക്രീറ്റ് ആവാം. അപ്പോൾ ഈ പല ഗുണങ്ങളെ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന പുതിയൊരു ഗുണം, കസേര എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പുതിയ ഗുണമാണ്. അതിനെയാണ് ജീവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളും ഇപ്പോൾ എൻ്റെ ശരീരം എന്താണ്? അണ്ടവും സ്പേമും കൂടി ചേർന്ന് പിന്നീട് പല കാര്യങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ രൂപമാണ്, പുതിയ ഗുണരൂപമാണ് ജീവം. അതാണ് ജീവം. അപ്പോൾ ഒരു കല്ല് ജീവമല്ല. എന്തുകൊണ്ടാണ്? അതൊരു പുതിയ ഗുണമല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളം അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ഒരു സസ്യം ജീവമാണ്. നമ്മളുടെ ശരീരം അല്ലെ സസ്യം, നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, ഇതെല്ലാം ജീവമാണ്. കാറ് ഒരു ജീവമാണ്, ജീവനാണ്. നോക്കൂ, എല്ലാത്തിലും, മനുഷ്യരിലും മൃഗത്തിലും സസ്യങ്ങളിലും ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം പുതിയ ഗുണങ്ങളെന്നർത്ഥം. നേരത്തെ അതില്ലായിരുന്നു, പിന്നീട് പല ഗുണങ്ങൾ കൂടിപ്പെട്ട് രൂപപ്പെട്ട് വന്നിരിക്കുന്നതാണ്. അതാണ് ജീവൻ. അങ്ങനെ പുതിയ ഒരു ഗുണരൂപം ഉണ്ടാകുന്നതിൻ്റെ കണക്കാണ് ജീവ ആത്മം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആത്മം എന്ന് പറയുന്നത് ഒരു ജനറിക് സെൻസാണ്, ഒരു ജനറൽ ടേമാണ്. കസേര എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഒരു പുതിയ ഗുണം, അതാണ് ജീവം. നേരത്തെ ഞാൻ പറഞ്ഞു ആത്മാവ് എന്ന് പറഞ്ഞു, അതാണ് വ് എന്ന് പറയുന്നത്, ജീവത്തിലെ വ്. മനസ്സിലായോ? അപ്പോൾ ആ പുതിയ ഗുണം ഉണ്ടാകുന്നതിൻ്റെ ആ കണക്കാണ് ജീവ ആത്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ഗുണം ഉണ്ടാകാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കണക്കുണ്ട്, അതിനെയാണ് ജീവ ആത്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് പരമാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മം ബേസിക്കലി എനർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മളുടെ അണക്കെട്ട്, അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന നമ്മളുടെ ജനറേറ്റർ സിസ്റ്റം, ആ വൈദ്യുതി ഉണ്ടാകുന്നത് വരെയുള്ള ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെള്ളം താഴത്തോട്ട് വീഴുന്നു, ആ ഫോഴ്സിന് നമ്മൾ ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ അല്ലെ DC ജനറേറ്റർ വെച്ചിട്ട് വൈദ്യുതി ഉണ്ടാകും. ആ സിസ്റ്റം ഉണ്ടല്ലോ, അതൊരു പരമാണ്. അതിനെയാണ് പരം. ഒരു പരം ആകുന്നതിൻ്റെ കണക്കാണ്. പരമാകുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലോട്ട് ഊർജം അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു സിസ്റ്റത്തിനെയാണ് പരം എന്ന് പറയുന്നത്. അതിൻ്റെ കണക്കിനെയാണ് പര ആത്മം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ ഒരു പരമാണ്. ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ കൈനറ്റിക് എനർജി കൂടി കണക്കിലാക്കണം. എന്ന് പറഞ്ഞാൽ വെള്ളം വീഴുന്ന പ്രതിഭാസം ഒരു നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, എർത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും ഓൾട്ടർനേറ്റീവ് ജനറേറ്ററും എന്ന് പറയുന്ന ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള എന്താണ്? ആ പരം ആയി മാറുകയാണ്. അവിടുന്ന് മുതൽ അതൊരു പരമാണ്. ആ പരമാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കണക്കാണ് പരമാത്മം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തിനെ അത് എനർജി പ്രൊഡക്ഷനായിട്ട് സംബന്ധിച്ച് പറയുന്നതാണ്. മറ്റേത് വസ്തുക്കളെ ഉണ്ടാക്കുന്നതുമായിട്ട് സംബന്ധിച്ച് പറയുന്നതാണ്. വസ്തുക്കൾ ഉണ്ടാവുന്നതിൻ്റെ കണക്കിനെ സംബന്ധിച്ച് പറയുന്നതാണ്. മറ്റേത് ചലനത്തെയും പ്രകാശത്തെയും സംബന്ധിക്കുന്ന കാര്യത്തെ സംബന്ധിക്കുന്നതാണ് പരമാത്മം എന്ന് പറയുന്നത്. ആ കണക്കിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം കണക്കുകൾ അനിവാര്യമാണ്. മാഗ്നറ്റുകളുടെ വലിപ്പം, മാഗ്നറ്റുകളുടെ ഡിറക്ഷൻ, കോപ്പറിൻ്റെ കാഠിന്യം, കോപ്പറിൻ്റെ സൈസ്, നീളം, പിന്നെ അതിൻ്റെ ഷെല്ല്, പിന്നെ വരുന്ന കാർബൺ, കോപ്പർ എത്ര പ്രാവശ്യം ചുറ്റണം, ഇതെല്ലാ കണക്കുകളും കൂടിച്ചേരുന്നതാണ് ആ പരമായി മാറുന്നത്. ഈ കണക്കുകൾ കൂടിച്ചേർന്നില്ല എങ്കിൽ, ആ കണക്കുകൾ അവിടെ കൂടിച്ചേർന്നില്ലെങ്കിൽ അത് പരമാവില്ല. നമ്മൾ കോപ്പർ എടുത്ത് അപ്പുറത്ത് വെച്ചു, മാഗ്നറ്റ് എടുത്ത് ഇപ്പുറത്ത് വെച്ചു, കാർബൺ എടുത്ത് അപ്പുറത്ത് വെച്ചു, ഈ അയോണിക് ഷെല്ലോ അല്ലെങ്കിൽ സ്റ്റീൽ ഷെല്ലാണെങ്കിൽ അതെടുത്ത് മാറ്റി വെച്ചു, വെള്ളം അപ്പുറത്തുകൂടി ഒഴുകുന്നു അല്ലേ? ഇതെല്ലാം കറക്റ്റ് പൊസിഷനിലോട്ട്, കറക്റ്റ് കണക്കും പൊസിഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്തായി? അതൊരു പരം ആയി മാറി. അതിൻ്റെ കണക്കാണ് പരമാത്മം എന്ന് പറയുന്നത്. അപ്പോൾ പരമാത്മമുണ്ട്, ജീവാത്മം ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയൊരു ഗുണത്തെ, കസേര എന്ന് പറയുന്ന ഒരു പുതിയൊരു ഗുണത്തെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ജീവമാണ് അല്ലേ? പക്ഷേ ആ ജീവം എന്ന് പറയുമ്പോൾ ഒരു ജീവം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കണക്കുണ്ട്. ആ കണക്കാണ് പരമാത്മം എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഇപ്പോൾ വെറുതെ നമ്മളൊരു കസേര എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത് എന്തോ അതിനൊരു കണക്കുണ്ട്. ആ കണക്കാണ് പരമാത്മം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പരമാത്മവും ജീവാത്മവും കൂടി ചേർന്നാണെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഓരോ ഓർഗൻസുകളും രൂപപ്പെട്ട് അല്ലെങ്കിൽ രൂപമായിരിക്കുന്നതിനൊരു കണക്കുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിലോട്ടായി മാറുന്നതിൻ്റെ, ഒരു എനർജിയുടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ, അത് ഉണ്ടാവുന്നതിൻ്റെ ഒരു കണക്കുണ്ട്. ഈ രണ്ട് കണക്കുകളും കൂടി ചേർന്നാണ് നമ്മളുടെ ശരീരം ഇരിക്കുന്നത്. അതാണ് പരമാത്മവും ജീവാത്മവും. മനസ്സിലായോ? ഇത് ഒറിജിനൽ ശാസ്ത്ര ഭാഷയിൽ മാത്തമാറ്റിക്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജാണ് പരമാത്മ. അതിൻ്റെ പരമാത്മ എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ജീവാത്മ എത്രയാണ്, എങ്ങനെയാണ് അത് വരച്ച് കാണിക്കാൻ പറയും. അപ്പോൾ അത് വരച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നാണ് നമ്മൾ കണക്ക്, അൽഗോരിതം, ലോഗരിതം, മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ പേരിതാണ്. മനസ്സിലായി? അല്ലെങ്കിൽ ആത്മജീവം എന്ന് പറയും. അങ്ങനെയും പറയാം അല്ലേ? ആത്മജീവം, ആ ജീവത്തിൻ്റെ ആത്മം, ആത്മപരം, അതാണ് പരമാത്മമായി മാറുന്നത്. ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. നിങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ ഡ്യൂപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇതെന്ത് വേറെന്തോ സംഭവമാണ്. അപ്പോഴാണ് അവിടെ വരുന്നത് ക്വസ്റ്റ്യൻ. ഏത്? പരമാത്മവും ജീവാത്മവും രണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. ഇനി ആ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനമുണ്ടോ? ഒരു കസേര ഉണ്ടാക്കുന്നതിൻ്റെ കണക്കും ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കണക്കും ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നത് ഏത് വിഡ്ഢിക്കാണ് അങ്ങനെ പറ്റുക? ഇനി അത് രണ്ടാണെന്ന് പറയേണ്ട ഏത് വിഡ്ഢിക്കാണ്? കാരണം ഇത് രണ്ടും രണ്ട് സാധനമല്ലേ. ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ ഒരു പരമാത്മത്തെ സൃഷ്ടിക്കാനുള്ളതാണ്, പക്ഷേ അതൊരു ജീവാത്മം കൂടിയാണ്. കാരണം അതൊരു സിസ്റ്റമാണ്, പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു പരത്തെ സൃഷ്ടിക്കാനുള്ളതാണ്. കസേര ഒരു ജീവാത്മമാണ്, നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതൊരു എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് പരമാത്മവും ജീവാത്മവും. അപ്പോൾ ഇത് രണ്ടും സമ്മിശ്രമായിട്ടിരിക്കുന്നത് കൊണ്ട്, ഇത് രണ്ടും മറ്റേ ജീവാത്മം മാത്രമായിട്ടിരിക്കുന്നത് കൊണ്ട്, ജീവാത്മം എന്ന് പറഞ്ഞാൽ ഒരു കസേര, അത് മാത്രമായിട്ടിരിക്കുന്നു. പക്ഷേ ഓൾട്ടർനേറ്റീവ് ജനറേറ്റർ ഒരേ സമയം ഒരു ജീവാത്മമാണ്, പക്ഷെ അതിൻ്റെ ഇൻറ്റൻഷൻ പരമാണ്. അപ്പോൾ അത് പരമാത്മവും കൂടി ചേർന്നതാണ്. മനസ്സിലായി? ഒരു വീട് ജീവാത്മമാണ് അല്ലേ? അല്ലെങ്കിൽ ആത്മജീവമാണ്, കണക്കുള്ള. ജീവാത്മം എന്ന് പറഞ്ഞാൽ കണക്കുള്ള ഒരു പുതിയ ഗുണരൂപമാണ് വീട്. പിന്നെ മനുഷ്യൻ്റെ ശരീരം ജീവാത്മമാണ്, പക്ഷേ അതിനകത്ത് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒരു മൃഗത്തിൻ്റെ ശരീരം ജീവാത്മമാണ്, പക്ഷെ അതേസമയം അതിൻ്റെ ഉള്ളിൽ പരമാത്മമുണ്ട് എന്ന് പറഞ്ഞൊരു ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്കുകളും കൂടി ചേർന്നതാണ്. ഒരു ഗോൾഡ് ചെയിൻ, അത് ജീവാത്മമാണ്. ഇതൊക്കെ ഒറിജിനൽ അർത്ഥമാണ് പറയുന്നത്. നിങ്ങൾ ഫാൻറ്റസിയിൽ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളെ കപാല പഠിപ്പിച്ചാണ്. അതൊന്നും ഇവിടെ ഇല്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് മതവും ആത്മീയതയും, ആത്മവും ജീവാത്മവും പരമാത്മവും. ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. പ്രാപഞ്ചികമായ ശാസ്ത്ര ഭാഷ.